യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാൻ സാധ്യമായ എല്ലാ നിയമപരമായ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് ഭർത്താവ് ടോമി തോമസ്. ഇന്ത്യ യമൻ സർക്കാരുകളുടെ സഹായത്താൽ അമ്മയെ വീണ്ടും കാണാൻ കഴിയുമെന്ന് നിമിഷയുടെ മകൾ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മയോട് വീഡിയോ കോളിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ടോമി തോമസ് ന്യൂസ് 18നോട് പറഞ്ഞു. നിമിഷയുടെ ഭർത്താവ് ടോമി തോമസ് ന്യൂസ് 18നൊപ്പം ചേരുകയാണ്. വലിയ പ്രതീക്ഷകളോടുകൂടി തന്നെ നിമിഷയുടെ കുടുംബം നിൽക്കുമ്പോൾ അതിനൊപ്പം ആണ് കേരളത്തിലെ എല്ലാവരുടെയും പ്രാർത്ഥനകളും. മിസ്റ്റർ ടോമി തോമസ്, എങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള ഒരു ശ്രമങ്ങളൊക്കെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? നമസ്കാരം. ഏതെല്ലാം തരത്തിലുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്? തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ടോ? ആ തരത്തിൽ നീക്കങ്ങൾ നടത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണോ ഉള്ളതിപ്പോ? തീർച്ചയായിട്ടും അതെ. ഈ സർക്കാർ, ഇന്ത്യ സർക്കാരും യമൻ സർക്കാരുമായി ഇത് അങ്ങനെ ഒരു കൂട്ടായുള്ള ഒരു ചർച്ചയ്ക്കുള്ള ഒരു സാധ്യതയുണ്ടോ? ആ തരത്തിൽ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുകയുണ്ടായോ? അങ്ങനെ എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടോ? നിലവില് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വളരെ ദുഃഖകരമായ വാർത്തകളൊക്കെയാണ് ലഭിച്ചത് 2 ദിവസമായിട്ട്. അപ്പൊ ഇതിനകത്ത് ഇടപെടലുകൾ അതിശക്തമായിട്ട് എത്രയും പെട്ടെന്ന് നടത്തേണ്ടതായ ഒരു ആവശ്യം വന്നതുകൊണ്ട് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇതിൻ്റെ അകത്ത് നല്ല രീതിക്ക് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഒരു സംഘടന രൂപീകരിച്ച് 5 വർഷമായി. ഇവരെല്ലാം നല്ല ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഇന്നും ഇരിക്കുന്നു. അവരുടെ ജോലി, അവരുടെ തിരക്കുകളെല്ലാം നിർത്തി വെച്ചുകൊണ്ടും അവർ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, ഇപ്പൊ സാമുൽ സാർ അവിടെയുണ്ട്, അവിടെ അമ്മയുണ്ട്. ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ അറിയേണ്ടത് അവിടെ യുദ്ധമാണ്. അതുപോലെ തന്നെ എംബസി ഇല്ല. എംബസി ഇപ്പോൾ ഓൾറെഡി സൗദിയിലാണ്. ഇതെല്ലാം നമുക്ക് തടസ്സമാണ്. അതിനിടയ്ക്ക് ഓരോരോ അഡീഷണൽ ആയിട്ട് വരുന്ന യുദ്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് അന്നേരം ആ സ്ഥലത്തെ കാര്യങ്ങളെല്ലാം സ്റ്റക്ക് ആകുന്നുണ്ട്. അപ്പൊ മറ്റുള്ള കാര്യങ്ങളൊക്കെ മൂവ്മെന്റ് ചെയ്ത് മൂവ് ആയിട്ട് പോകണമെങ്കിൽ ഒരു ശാന്തത ഉണ്ടാവണം. പക്ഷെ അത് ഇല്ലാത്തൊരു രാജ്യമാണ് 2015 മുതൽ. അതിൻ്റെതായ കുറച്ച് റിസ്ക് ഉണ്ടായിട്ടുണ്ട്. ഓൾറെഡി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും യമനിലുള്ള നമ്മുടെ അഡ്വക്കറ്റും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ സപ്പോർട്ടെല്ലാം ഓൾറെഡി ഉണ്ട്. പക്ഷെ അതിനുവേണ്ടി എല്ലാവരും കൂടി എത്രയും പെട്ടെന്ന് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്തുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേരെയൊക്കെ കാണാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അവരുടെ വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ച് ഫൈനലിലേക്ക് എത്തുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഉണ്ടാവേണ്ടതായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി നിലവിൽ. എന്തായാലും പ്രതീക്ഷയോടുകൂടി തന്നെ 100% പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും ഹാർഡ് വർക്കിന് എന്തായാലും ഒരു ഫലം കാണുമെന്നുള്ള 100% വിശ്വാസം അന്നുമുണ്ട് ഇന്നുമുണ്ട്. അത് എത്രയും പെട്ടെന്ന് ആകട്ടെ, സ്പീഡപ്പ് ആകട്ടെ. ഇങ്ങനെയൊരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജിലുള്ള അവസ്ഥയാണ് ഇപ്പം. അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായി എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി എല്ലാവരും സഹകരണവും പ്രതീക്ഷിക്കുന്നു. എല്ലാവരും അതിനെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി എല്ലാവരും മീറ്റിംഗൊക്കെ ഉണ്ട്. അപ്പം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നൊക്കെ ഒരു ഇതുണ്ട്. അങ്ങനെ എല്ലാവരും ഒത്തിരി പേരിൻ്റെ ഇടപെടുന്നുണ്ട്. ഈ മകളുമായിട്ട് വീഡിയോ കോളിൽ സംസാരിച്ചിരുന്നു നിമിഷ അല്ലേ? അതെ, മകളുമായിട്ടൊക്കെ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ സാധിക്കാറുണ്ട്. വോയിസ് ഉണ്ടാറുണ്ട്. ഞങ്ങൾ വിളിക്കാറൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. വൈഫിന് അവിടെ കുഴപ്പമില്ല. കാരണം അതിനുള്ളിലെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ വൈഫ് ചെയ്യുന്നത് അന്ന് മുതൽ ഇന്ന് വരെ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വൈഫിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അവളെ കൊണ്ടാവുന്നതിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെയുള്ളവർക്കൊക്കെ അതിനുള്ളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ വലിയ താല്പര്യവും ഇഷ്ടവുമാണ്. പക്ഷെ ഇത് മാത്രമാണ് ജയിൽ മോചിതയായി വരിക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു അവസ്ഥയിൽ 2-3 ദിവസം മുമ്പുള്ള വാർത്ത അത് വേദനിപ്പിക്കുന്നതുമായി പോയി. നല്ലൊരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു ഇത് വന്നിരിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ 1 മാസത്തിനുള്ളിലുള്ള കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാവരും ഇന്ന് പിന്വരുന്നൊന്നുമില്ല. എല്ലാവരും പല രാജ്യത്തുള്ളവരും ഇതിനകത്ത് ഉത്തരവാദപ്പെട്ടവരും കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുനിന്നും സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തുനിന്നും അങ്ങനെ ഒരുപാട് ഉന്നതരായ ആൾക്കാരുടെ ഇടപെടൽ അതിശക്തമായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് ഉണ്ടാകുക. അവരുടെ വീട്ടുകാരോട് നെഗോഷിയേഷൻ നടത്തി എത്രയും പെട്ടെന്ന് ആളെ നാട്ടിലെത്തിക്കുക. ഞാനൊക്കെ അമ്മയൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. ദുഃഖിതരായിട്ടിരിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടിലിരിക്കുന്നു. ഒരുപാട് മാനസികവും ശാരീരികവും സാമ്പത്തികമായിട്ട് തകർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ വർഷങ്ങൾ കുറെ ആയതാണ്. അതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാവണേ എന്ന് അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കണം.
എന്നൊരു ഒറ്റ ഈ പ്രാർത്ഥന. മോള് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ 2 വയസ്സുള്ളപ്പോഴാണല്ലോ നിമിഷ പോകുന്നത്, പിന്നെ കണ്ടിട്ടില്ലല്ലോ. അപ്പം വീഡിയോ കോളിലൊക്കെ സംസാരിക്കുമ്പോഴും മകള് അമ്മയെ നേരിട്ട് കാണാൻ കഴിയുമെന്നുള്ളൊരു ഒരു ഒരു പ്രതീക്ഷ ഒക്കെ തന്നെ ആയിരിക്കുമല്ലോ. എങ്ങനെയാണ് വീഡിയോ കോളിൽ അമ്മയോട് സംസാരിക്കുന്നത്? അതിപ്പം വീഡിയോ കോളിൽ കാണുമ്പോൾ പറയുന്ന മാത്രമൊന്നുമല്ല, അല്ലാതൊക്കെ കൊച്ച് ഇതിപ്പോ ഈ കുറച്ച് ദിവസം കൂടെ ക്രിസ്മസ് അവധിക്കൊക്കെ വന്ന സമയത്തൊക്കെ കൊച്ച് മമ്മിക്ക് വോയിസ് ഇടുന്നുണ്ട്, അവൾ അതിന് റിപ്ലൈ തരുന്നുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് വാ പപ്പയും മമ്മിയും കൊച്ചും ഞാനും, അതായത് കൊച്ചും പപ്പയുടെ കാത്ത് ഇരിക്കുവാണ്, കൊതിയായിട്ട് വയ്യ, എത്രയും പെട്ടെന്ന് വാ, നമുക്ക് വന്നിട്ട് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതുകൊണ്ട് കൊച്ചിന് ഞാനിപ്പോഴും ഫോട്ടോസും മറ്റുള്ള വീഡിയോസൊക്കെ നേരത്തെ മുതലേ ചെറുപ്പം മുതലേ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് വിളിക്കുകയും എൻ്റെ വീഡിയോ കോളിൽ വന്നപ്പോൾ അത് നാച്ചുറലായിട്ട് തന്നെ അങ്ങനെ മമ്മി എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് കൊച്ചിപ്പോഴും പോണേ. നിമിഷയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോഴേ അതിനൊരു ടൈം ലിമിറ്റ് ഒക്കെ ഉണ്ടോ, അതോ എപ്പോൾ വേണമെങ്കിലും ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ? അല്ലല്ല, അത് ഏതെങ്കിലും സമയത്ത് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഇഷ്ടത്തിനൊന്നുമല്ല, അത് അവര് കൊടുക്കണ ടൈമിങ്ങിലല്ല നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ച് ഫോൺ അവിടെ കൊടുക്കണം. എല്ലാവർക്കും ഫോൺ ചെയ്യാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾക്ക് എൻ്റെ വൈഫിന് മാത്രമായിട്ട് തരുന്നതൊന്നുമല്ല, അവിടെയുള്ള അതിനുള്ളിൽ കിടക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഫോൺ ചെയ്യാനുള്ള അവസരം ഓൾറെഡി അവിടെ ഉണ്ട്. അതിന് അവിടെ ഒരു തടസ്സമൊന്നുമില്ല. പിന്നെ അവർ പറയുന്ന സമയത്തും അവർ ഫോൺ കൊടുക്കേണ്ട സമയത്ത് മാത്രമേ പറ്റുള്ളൂ. ആഴ്ചയിൽ ഒരിക്കലാണോ അങ്ങനെ? തീർച്ചയായിട്ടും. നേരത്തെയൊക്കെ ഓരോരുത്തരും മാറി വരുന്നതിനൊക്കെ അനുസരിച്ചിരിക്കും. ഓരോരുത്തർ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ചിലപ്പം ആഴ്ചയില് പണ്ടൊക്കെ ആണെങ്കിൽ 2 വർഷം മുമ്പ് 3 വർഷം മുമ്പൊക്കെ ഞാൻ 3 മണിക്കൂറൊക്കെ സംസാരിക്കുമായിരുന്നു. പിന്നീട് ആയപ്പോഴത്തേക്കും ഓരോരുത്തർ മാറി വരുമ്പോൾ ചിലപ്പോൾ 10 മിനിറ്റ് 15 മിനിറ്റ്. അപ്പോൾ എന്താ കാരണം ചോദിച്ചാൽ ജയിലിനുള്ളിൽ ഓരോ സ്വഭാവമുള്ള ആളുകളാണല്ലോ ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ജയിലിലുള്ള ആളുകളൊക്കെ കുറച്ച് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇപ്പം അതിനൊരു പണിഷ്മെന്റ് ഒക്കെ കൊടുത്ത് അപ്പൊ എല്ലാവർക്കും അതിൻ്റെതായ ടൈമിംഗ് ഒക്കെ കുറച്ച് അങ്ങനെ ഒരു ഇതൊക്കെ വന്നുള്ളൂ. എന്തായാലും ഞങ്ങൾക്ക് വിളിക്കാനും സംസാരിക്കാനൊക്കെ വോയിസ് ഇടാനും മെസ്സേജ് ഇടാനും ഒക്കെ നമുക്ക് സാധിക്കണം. ചിലപ്പോൾ നെറ്റ്വർക്ക് പ്രോബ്ലം ഒക്കെ ഓൾറെഡി അവിടെ ഉള്ളതാണ്. അപ്പം വോയിസ് മെസ്സേജ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. കുഴപ്പമില്ല. കൊച്ചു വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ അമ്മയാണെങ്കിൽ ഇതുപോലെ തന്നെ അവിടെ ഇപ്പം 7 മാസം കഴിഞ്ഞു ഇപ്പോൾ അവിടെ ആയിട്ട്. അമ്മ വളരെ പ്രതീക്ഷയോടുകൂടി ഭയങ്കര തണുപ്പൊക്കെ ആയിട്ട് അമ്മയ്ക്ക് വയ്യായിരിക്കുകയാണ്. അപ്പോൾ തണുപ്പ് വിറച്ചൊക്കെ ഇരിക്കുന്ന അമ്മ ഇതിനു മുമ്പ് പ്രാവശ്യം ഫസ്റ്റ് ടൈമിൽ ചെന്നപ്പോൾ ഭയങ്കര തണുപ്പൊക്കെ ഒരു 2-3 മാസം കഴിഞ്ഞ് തണുപ്പൊക്കെ വന്നപ്പം നാട്ടിൽ നിന്ന് അഡീഷണൽ മരുന്ന് മേടിച്ചൊക്കെ കൊടുത്തുവിട്ട് അവിടെ കൊണ്ട് അമ്മ ഭേദമാക്കിയത്. സാധാരണ കഴിക്കുന്ന മരുന്നല്ല, തണുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയ്ക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അമ്മ പ്രാർത്ഥിച്ചും ഭക്ഷണവും ടൈമിങ് കഴിക്കാതിനും ടെൻഷൻ അടിച്ച് ഇപ്പൊ പാതിയായ ആള് ഓൾറെഡി. ഇപ്പോഴല്ല, കുറെ നാളുകൾക്ക് മുമ്പ് നിൽക്കുന്നതിന് ശേഷം മാത്രം. അഡ്വക്കേറ്റുമായിട്ടൊക്കെ സംസാരിക്കുന്നത് അവരുടെ കൂടെയാണ് അമ്മ ഉള്ളത് അവിടെ അല്ലേ? അല്ലല്ല, അമ്മ അഡ്വക്കേറ്റ് വേറെയാണ്. മറ്റേ സാമൂഹ്യ സാറിന്റെ ആക്ഷൻ കൗൺസിലിന്റെ കൂടെയാണ് അല്ലേ? അതെ. അപ്പൊ അതായത് അമ്മ പറയുന്നത് എങ്ങനെയാണ്, ഇതിന്റെ ശ്രമങ്ങൾ ഒരു പ്രതീക്ഷാവഹമായിട്ട് തന്നെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്? അല്ല, തീർച്ചയായിട്ടും അത് ഇതിനകത്ത് ഇടപെടുന്ന ആളുകള് ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ ആൾക്കാരും സാമുൽ സാറും അതുപോലെ തന്നെ അവിടുത്തെ അഡ്വക്കറ്റും അതുകൂടാതെ വേറെ 2-3 ആളുകൾക്ക് കൂടിയാണ് ഇത് ക്രോഡീകരിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പൊ നമ്മൾ അതിൻ്റെതായ എല്ലാ വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കില്ല. പക്ഷെ അമ്മ അവിടെയുണ്ട്, അമ്മയ്ക്ക് പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്, ധൈര്യമായിട്ട് ഇരിക്കാൻ പറയുക. പിന്നെ ഞങ്ങളെ ചർച്ചകൾക്ക് വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതിനെ കുറിച്ച് കാലതാമസങ്ങളൊക്കെ വന്നെന്ന് ചോദിച്ചാൽ അത് അവിടുത്തെ പ്രോബ്ലം ഓൾറെഡി ഉണ്ട്. പിന്നെ പേപ്പേഴ്സ് വർക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമയത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സ്പീഡപ്പായിട്ടൊക്കെ ലഭിക്കുമ്പോൾ അതൊക്കെ നടന്നേനെ. പക്ഷെ ഇതെല്ലാം ഫ്ലോ ആയതിന്റെ പേരിൽ കുറച്ച് ഡിലേ വന്നെന്നുള്ളതാണ്. പക്ഷെ എന്തായാലും കഴിഞ്ഞു പോയി. ഇനിയുള്ള ഒരു കാര്യത്തിലേക്ക് സ്പീഡപ്പായിട്ടുള്ള ഹാർഡ് വർക്ക് എത്രയും പെട്ടെന്ന് അത്യാവശ്യമാണ്. എന്നിരുന്നാലും കടവും ബാധ്യതയായിട്ട് കിടപ്പുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഒരു സ്ഥാപനം കിടപ്പുണ്ട്, അതൊക്കെ പൂട്ടിക്കിടക്കുവാണ്. അതിനൊക്കെ ക്യാഷൊക്കെ കിടപ്പിന്റെ മേലിലൊക്കെ കിടക്കുന്നതാണ്. എന്നിരുന്നാലും അതല്ല അവിടെ വിഷയം. ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് വേണ്ടത് എത്രയും പെട്ടെന്ന് എൻ്റെ വൈഫിനെ രക്ഷിച്ച് കുഞ്ഞിൻ്റെ അമ്മേനെ രക്ഷിച്ച് എത്രയും പെട്ടെന്ന് നാട്ടിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിന്റെ ശ്രമങ്ങളാണ് എത്രയും പെട്ടെന്ന് വേണ്ടത്. ശ്രീ ടോമി തോമസ്, ഒരു കാര്യം കൂടെ, ഇങ്ങനെ എല്ലാ ശ്രമങ്ങളും നടക്കുമ്പോൾ ഈ തരത്തിലുള്ള ഒരു ആശങ്കപ്പെടുത്തുന്ന വാർത്തകളൊക്കെ അവിടെ നിന്ന് വരുന്നത് അത് നിമിഷ അറിയുന്നുണ്ടല്ലേ? നിമിഷം ഞങ്ങൾ അറിയിച്ചിട്ടില്ല. ഇനി അല്ലാതെ അറിഞ്ഞില്ലെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും അറിയിക്കാൻ താല്പര്യമില്ല. ഞാനൊരിപ്പം അമ്മയ്ക്കും കൊച്ചിനും വൈഫിനും ഒക്കെ ഒരു എനർജി കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുന്ന നല്ലൊരു കെയർ ഞാനാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോഴും. പക്ഷെ നമുക്ക് കെയർ തരാൻ ആരും ഇല്ലെങ്കിലും ദൈവം തരുന്നുണ്ട്. ആ ദൈവം തന്ന ശക്തി കൊണ്ടാണ് ഞാനും ഇതുപോലെ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും വളരെ ധൈര്യവും പ്രാർത്ഥനയും പിന്നെ മറ്റുള്ളവരുടെ ഇടപെടലും താമ്പാതി ദൈവം ബാധി എന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു കാലതാമസങ്ങൾ കുറച്ചൊക്കെ വന്നിരുന്നു. അത് മാറി 2024 വരെ അത് സ്റ്റോപ്പായി. ഇനി 25ലേക്ക് അത് നല്ലൊരു വാർത്തയാകാൻ വേണ്ടി കാത്തിരിക്കുന്നു.
തീർച്ചയായിട്ടും കേരളത്തിന്റെ പ്രാർത്ഥനകളൊക്കെ താങ്കൾക്കും കുടുംബത്തിനും ഒപ്പമുണ്ട്. ഏതായാലും നിമിഷപ്രിയ ഈ വിഷയം ഇങ്ങനെ ആശങ്കാപരമായിട്ടുള്ള വാർത്തകൾ വരുന്നത് നിമിഷപ്രിയ അറിഞ്ഞിട്ടില്ല എന്നുകൂടിയാണ് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസ് പറഞ്ഞിരിക്കുന്നത്.